റേഡിയൻ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓർഗാനിക് കെമിസ്ട്രി എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ലാസ്റ്റ് ക്ലാസ്സാണ്. ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് പെട്രോളിയം. നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് പെട്രോൾ എന്ന്. ഇന്ന് പെട്രോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് മറ്റൊരു പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്. ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയം എന്നാൽ എന്താണ്? ഇതൊരു ഹൈഡ്രോ കാർബണാണ്. ഇതെന്താണ്? ഹൈഡ്രോ കാർബണാണ്. ഒന്നിലധികം ഹൈഡ്രോ കാർബണുകൾ കമ്പൈൻ ചെയ്ത് കിടക്കുന്ന ഒരു ഫോമാണെന്ത്? പെട്രോളിയം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആനിമൽസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിവിങ് ഓർഗാനിസംസ്. ഓക്കെ, എന്താണ്? ലിവിങ് ഓർഗാനിസംസ് മണ്ണിനടിയിൽപ്പെട്ട് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എടുത്ത് വർഷങ്ങളോളം കഴിയുമ്പോൾ ഇവരുടെ രൂപം മാറി ഫോം ചെയ്യുന്ന ഒരു വസ്തുവാണെന്തെന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നു. അപ്പം ഭൂമിയുടെ ക്രസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഷെയിൽ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. നിങ്ങൾ ഷെയിൽ ഗ്യാസുകളെ പറ്റി ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇംപെർവിയസ് റോക്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നാച്ചുറൽ ഗ്യാസ് ഉണ്ട്. അതിന് താഴെ ഒരു ലെയറായിട്ടാണ് എന്ത് കാണുന്നത്? ഈ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയം കാണുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഖനനം ചെയ്തെടുക്കാറുണ്ട്. ഈ പെട്രോളിയം എന്ന് പറയുന്നത് നല്ല സ്മെല്ലുള്ള കറുത്ത നിറത്തിലുള്ളൊരു സാധനമാണ്. ഡയറക്റ്റായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തും. ഇതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഹൈ ടെമ്പറേച്ചർ നമ്മൾ ക്രൂഡ് ഓയിലിനെ ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് മാറ്റം വന്നത് പ്യൂരിഫൈ ചെയ്യുന്നു നിങ്ങൾ തൽക്കാലം ഓർത്ത് വയ്ക്കാം. അങ്ങനെ നമുക്ക് ഗ്യാസസ് കിട്ടും, പെട്രോൾ കിട്ടും, നാഫ്ത കിട്ടും, കെറോസിൻ കിട്ടും, ഡീസൽ കിട്ടും, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കിട്ടും, ഫ്യുവൽ ഓയിൽ കിട്ടും, ബിറ്റുമിനും കിട്ടും. അതായത് ഇതിൻ്റെ ബൈ പ്രോഡക്റ്റുകളാണ്. അതായത് ഈ പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ പ്യൂരിഫൈ ചെയ്യുകയാണ്. എന്തിലൂടെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലൂടെ പ്യൂരിഫൈ ചെയ്ത് ഇതിനെ പല 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 കമ്പോണൻറ്റുകളായിട്ട് മാറ്റും. ഈ കമ്പോണൻറ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ കാർബണിൻ്റെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഇവരെ പല ഫോമിലേക്ക് എത്തിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ പെട്രോളിയം എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഗ്യാസസ്, ഓക്കെ, പലതരം ഗ്യാസസ്, നമ്മുടെ LPG പോലെയുള്ള ഗ്യാസസ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് പോലെയുള്ള ഗ്യാസ്. കാർബണിൻ്റെ എണ്ണം 1 to 4 വരെ ആയിരിക്കും ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പെട്രോൾ 5 to 10 വരെ നമുക്ക് വണ്ടികളിൽ ഉപയോഗിക്കുന്നുണ്ട്. നാഫ്ത 8 to 12 വരെ നമ്മൾ പവർ പ്ലാന്റുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. മണ്ണെണ്ണ, കെറോസിൻ 10 to 16 കാർബൺ വരെ ഡൊമസ്റ്റിക് ഫ്യൂൽ. അപ്പോൾ കാർബണിൻ്റെ കുറഞ്ഞ ഫോമുകൾക്ക് നല്ല കത്താനുള്ള കഴിവായിരിക്കും. ഡീസൽ 16 to 20 വണ്ടികളിൽ യൂസ് ചെയ്യുന്നുണ്ട്. പെട്രോളിയം ജെല്ലി, നിങ്ങൾ വാസലീൻ എന്ന് പറഞ്ഞ് വാങ്ങുന്ന സാധനം, 20 തൊട്ട് 50 കാർബൺ വരെ ലൂബ്രിക്കൻ്റ് ആയിട്ടും അതുപോലെ തന്നെ എന്താണ് കോസ്മെറ്റിക്കുകൾക്ക് മാനുഫാക്ചറിങ് ഉപയോഗിക്കുന്നുണ്ട്. ഫ്യുവൽ ഓയിൽ 50 തൊട്ട് 70 വരെ തെർമൽ പവർ സ്റ്റേഷനിലും ഷിപ്പിലും ഇൻഡസ്ട്രിയൽ ഫർണസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പാരഫിൻ വാക്സ് 60 തൊട്ട് 70 വരെ, ഓക്കെ, വാക്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ബൂട്ട് പോളിഷ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ടാർപോളിൻ ഷീറ്റ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന പാരഫിൻ വാക്സ് ആണ്. ബിറ്റൂമൻ എന്ന് പറഞ്ഞാൽ 70 കാർബണോളം ഉണ്ടാവും. ഓക്കെ, റോഡ് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ടാർ. അപ്പോൾ ഇത്തരം പല പ്രോഡക്റ്റുകൾ നമുക്ക് എന്തിൽ നിന്ന് കിട്ടും? പെട്രോളിയം അഥവാ ക്രൂഡ് ഓയിലിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒന്നുകൂടെ, പെട്രോളിയം അഥവാ ക്രൂഡ് ഓയിൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് പലതരം ഹൈഡ്രോ കാർബണുകളുടെ മിക്സാണ്. ഇത് ഭൂമിക്കടിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. എവിടെയാണ് കാണപ്പെടുന്നത്? പാറകൾക്കടിയിലായിട്ട്. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നു. ആർക്ക്? ലിവിങ് ഓർഗാനിസത്തിന് ഒരുപാട് വർഷങ്ങൾ, മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ട്. അങ്ങനെയാണ് പലതരം ഈ പറയുന്ന സാധനങ്ങൾ ചേർന്ന് പെട്രോൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഉണ്ടാകുന്നത്. ആ ക്രൂഡ് ഓയിൽ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ പലതരം കമ്പോണൻറ്റുകൾ കിട്ടും. ഓക്കെ, അതിലൊരെണ്ണം LPG. നമ്മൾ ഗ്യാസുകൾ പറയുമ്പോൾ LPG നമുക്കൊന്ന് പറഞ്ഞിട്ട് പോകാം. LPG എന്ന് വെച്ചാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ്. ഇതിനകത്ത് കാണുന്നതാണ് എന്ത്? ബ്യൂട്ടെയിൻ. എന്താണ്? ബ്യൂട്ടെയിൻ. മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ അറിയാമല്ലോ. അതൊരു GK ആയിട്ടൊക്കെ ചോദിക്കാം, അതുകൊണ്ട് എടുത്ത് പറയുന്നതേ ഉള്ളൂ. LPG കാണുന്നത് എന്താണ്? ബ്യൂട്ടെയിൻ ആണ്. എന്താണ്? ബ്യൂട്ടെയിൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പെട്രോളിയം എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത് പെട്രോളിയം. ഇതുപോലെ തന്നെ വരുന്ന മറ്റൊരു സംഭവമാണ്, കാർബൺ കണ്ടന്റുള്ള മറ്റൊരു സംഭവമാണ് കോള്. കോളെന്ന് വെച്ചാൽ കൽക്കരി. എങ്ങനെയാണ് കൽക്കരി ഫോം ചെയ്യുന്നത്? കൽക്കരി ഫോം ചെയ്യുന്നത് നമ്മുടെ പ്ലാന്റ്സുകളുടെ റിമെയിൻസ് ഉണ്ടല്ലോ, മരങ്ങളുടെയും ചെടികളുടെയൊക്കെ റിമെയിൻസ് മണ്ണിനിടയിൽ പോയിട്ട് വർഷങ്ങളോളം കൊണ്ടുള്ള കെമിക്കൽ ചേഞ്ച് കാരണം നമ്മളതിനെ കാർബണൈസേഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? കാർബണൈസേഷൻ. അപ്പോൾ പ്ലാന്റ് റിമെയിൻസിൻ്റെ കാർബണൈസേഷൻ കാരണം ഫോം ചെയ്യുന്ന ഒന്നാണ് എന്ത്? കൽക്കരി അല്ലെങ്കിൽ കോൾ എന്ന് പറയുന്നത്. എന്താ കാർബണൈസേഷൻ? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് റിമെയിൻസ് ഓഫ് പ്ലാന്റ്സ് ആർ converted into carbon at high temperature and pressure in the absence of air. മണ്ണിനടിയിൽ, ഭൂമിക്കടിയിൽ എയർ ഇല്ല. അപ്പോൾ ഈ എയർ ഇല്ലാതെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? ഇവർ എന്ത് ചെയ്യുന്നു? കെമിക്കൽ ചേഞ്ചിന് വിധേയപ്പെടുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? കോളായിട്ട് മാറുന്നു.
അപ്പോൾ കോൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? പ്ലാന്റ് റിമെയിൻസിൻ്റെ കാർബണൈസേഷൻ കാരണം ഫോം ചെയ്യുന്ന ഒന്ന്. എന്താണ് കാർബണൈസേഷൻ? നമുക്ക് നോക്കാം. കോൾ. അപ്പോൾ എന്താ കോൾ? കോൾ ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ കാർബണൈസേഷൻ ഓഫ് പ്ലാന്റ് റിമെയിൻസ് ദാറ്റ് ലൈ ബറീഡ് ഇൻ ദ സോയിൽ ഫോർ ഇയേഴ്സ്. മെയിനായിട്ട് കാർബണിൻ്റെ കണ്ടൻ്റാണ് കോളിനകത്ത് ഉള്ളത്. ഇത് ഫോം ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് കാർബണൈസേഷൻ. അപ്പോൾ എന്താണ് കാർബണൈസേഷൻ? കാർബണൈസേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് റിമെയിൻസ് ഓഫ് പ്ലാന്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു കാർബൺ അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. ഇങ്ങനെയുള്ള കാർബൺ കണ്ടൻ്റുള്ള കൽക്കരിയെ നമുക്ക് പല ക്വാളിറ്റികളായിട്ട് തിരിക്കാം. ഉദാഹരണത്തിന് പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റൂമിനസ്, ആന്ത്രാസൈറ്റ്. കോളിൻ്റെ 4 വെറൈറ്റിയാണ് ഏതൊക്കെ? പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റൂമിനസ് കോള്, ആന്ത്രാസൈറ്റ്. അപ്പോൾ എന്താ ഇവരുമുള്ള വ്യത്യാസം? കാർബൺ കണ്ടൻറ്റിലുള്ള വ്യത്യാസമാണ്. പീറ്റ് എന്ന കൽക്കരിയിൽ 57% കാർബണുള്ളൂ, ലിഗ്നൈറ്റിൽ 67% ഉണ്ട്, ബിറ്റൂമിനസിൽ 83% ഉണ്ട്, ആന്ത്രാസൈറ്റിൽ 94% കോളുണ്ട്. അപ്പോൾ ഹയസ്റ്റ് കാർബൺ കണ്ടൻറ്റുള്ള കോൾ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? അത് നമ്മുടെ ആന്ത്രാസൈറ്റ് കോളാണ്. എന്നാൽ ഏറ്റവും കുറവുള്ളത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് പീറ്റാണ്. ഓക്കെ, നമ്മൾ നോർമലി നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? അത് ബിറ്റൂമിനസ് ആണ്. കാരണം ആന്ത്രാസൈറ്റ് കുറച്ച് അളവിലേ ഉള്ളൂ. അപ്പോൾ ഹൈ എഫിഷ്യൻസി വേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ആന്ത്രാസൈറ്റ് ഉപയോഗിക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ നെയ്വേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണപ്പെടുന്നതാണ് ലിഗ്നൈറ്റ്. ഏറ്റവും ലോ ക്വാളിറ്റിയാണ് എന്ത്? പീറ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് കാർബൺ നമ്മളെ കോൾ നമ്മൾ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയാം. എന്തിനാണ്? ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഫ്യൂലായിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലാണ് കൂടുതലും. കോക്ക്, ഈ പറയുന്ന കൽക്കരിയെ നമ്മൾ എയർ ഇല്ലാതെ ചൂടാക്കുമ്പോൾ കിട്ടുന്നതാണ് കോക്ക്. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കാർബൺ കോമ്പൗണ്ടുകളെ പറ്റിയിട്ട് നോൺ മെറ്റൽ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. കോൾ ടാറും കോൾ ഗ്യാസും. ഓക്കെ, ബെൻസീൻ, നാഫ്തലീൻ, ഫീനോൾ എന്നതിനെ പോലെയുള്ള ആരോമാറ്റിക് കോമ്പൗണ്ടുകളുടെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കോളാണ്. ഓക്കെ, ദ സോഴ്സ് ഓഫ് ആരോമാറ്റിക് ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ, ബെൻസീനും നാഫ്തലീനും. ഓക്കെ, ഫിനോൾ നിങ്ങൾക്ക് അറിയാലോ. ഫിനോൾ നമ്മളെ വീട് കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന. അടുത്ത് അപ്പോൾ ദ മാനുഫാക്ചറിങ് ഓഫ് സിന്തറ്റിക് പെട്രോൾ, ആർട്ടിഫിഷ്യൽ പെട്രോൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫെർട്ടിലൈസറും മെഡിസിനും പെർഫ്യൂമുകളും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോളിൻ്റെ പല പല ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് എന്ത്? കോളിൻ്റെ യൂസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡൊമസ്റ്റിക് അതുപോലെ ഇൻഡസ്ട്രിയൽ ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നു. കോക്ക്, കോൾ ടാർ, കോൾ ഗ്യാസ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ബെൻസീൻ, നാഫ്തലീൻ, ഫിനോൾ പോലെയുള്ള ആരോമാറ്റിക് കോമ്പൗണ്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. സിന്തറ്റിക് പെട്രോൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഫെർട്ടിലൈസറും മെഡിസിനും പെർഫ്യൂംസും നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇവരുടെ കൂടെ ആരുടെയൊക്കെ കൂടെ? കാർബണിൻ്റെയും ഈ പറയുന്ന കാർബൺ അല്ലല്ലോ, കോളിൻ്റെയും പെട്രോളിയത്തിൻ്റെയൊക്കെ കൂടെ കാണപ്പെടുന്ന മറ്റൊരാളാണ് എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കണ്ടോ? പെട്രോളിയം ലെയറിന് മുകളിലായിട്ട് കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് എന്ത്? നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. അത് പെട്രോളിയം ഗ്യാസിൻ്റെ ഒരു ഗ്യാഷ്യസ് ഫോം എന്ന് നമുക്ക് വേണമെങ്കിൽ ആരെ വിളിക്കാം? നാച്ചുറൽ ഗ്യാസിനെ വിളിക്കാം. അതായത് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് കാണപ്പെടുന്നത്? പെട്രോളിയവുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു. ഇതിൻ്റെ പ്രധാന കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് മീതെയിനാണ്. എന്താണ്? മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ. അതിൽ ബ്യൂട്ടെയിൻ എവിടെയാണ് ഉള്ളത്? അത് നമ്മുടെ LPGയിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ ഗ്യാസിനകത്തുള്ളത് എന്താണ്? മീതെയിനാണ്. നിങ്ങളിപ്പോൾ ഓട്ടോകളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, CNG ഓട്ടോകൾ. എന്താ CNG? നാച്ചുറൽ ഗ്യാസിനെ നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? CNG എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിൻ കമ്പോണൻറ്റ് മീതെയിനാണ്. ഹൈ പ്രഷറിൽ ഉപയോഗിക്കുന്നു, ഫ്യൂലായിട്ട് ഉപയോഗിക്കുന്നു. ഇതിനെ വീണ്ടും നമ്മൾ പ്രഷർ കൊടുത്താൽ ഇതെന്താവും? ലിക്വിഡ് ഗ്യാസ്. പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ ലിക്വിഡായിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ LNG എന്ന് വിളിക്കും. ഇതും എന്താണ്? ഹൈ പ്രഷറിൽ നമ്മൾ കംപ്രസ് ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഗെയിൽ പദ്ധതി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഗെയിൽ പദ്ധതിയുടെ പൈപ്പ് ലൈൻ ഇടുന്നതായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ വാർത്തകളിലൊക്കെ വന്നിരുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഗെയിൽ പദ്ധതിയിൽ നമ്മൾ ഈ പറയുന്ന നാച്ചുറൽ ഗ്യാസുകൾ നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് പൈപ്പ് ലൈൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്? വീടുകളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് 3 ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നാച്ചുറൽ ഗ്യാസ് എന്ന് വെച്ചാൽ അതൊരു ഫോസിൽ ഫ്യൂവൽ തന്നെയാണ്. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? പെട്രോളിയത്തോട് അസോസിയേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് മീതെയിനാണ്. ഇതിനെ നമ്മൾ കംപ്രസ് ചെയ്താൽ കിട്ടുന്നത് CNG, ലിക്വിഫൈ ചെയ്താൽ കിട്ടുന്നത് LNG. രണ്ടിനകത്തുള്ള മെയിൻ കമ്പോണൻറ്റ് മീതെയിൻ തന്നെയാണ്. രണ്ടും ഹൈ പ്രഷർ നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്തെടുക്കുന്നു. ഇത്രയും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ആവുന്നു. ലാസ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കേ ഉള്ളൂ, ഗ്ലോബൽ വാർമിംഗ്. അത് വളരെ സിമ്പിളാണ്. നമ്മുടെ ഭൂമിയുണ്ട്, ഭൂമിക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ചില ഗ്യാസുകളുണ്ട്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ മറ്റു കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ നൈട്രസ് ഓക്സൈഡ്, അതുപോലെ തന്നെ വരുന്ന മീതെയിൻ, ഇതുപോലെയുള്ള വാതകങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് ഞാനത് പറഞ്ഞുതരാം.
നമ്മുടെ സൂര്യപ്രകാശം ഭൂമിയിലോട്ട് വരുന്നത് ഷോർട്ടർ വേവ് ലെങ്ത് റേഡിയേഷൻസ് ആയിട്ടാണ്. ഈ ഷോർട്ടർ വേവ് ലെങ്ത് റേഡിയേഷൻസിന് നമ്മുടെ കടത്തിവിട്ട് നമ്മുടെ ഭൂമിയിലോട്ട് ഇതെത്തുന്നു. ഇനി വരുന്ന റേഡിയേഷൻ തിരിച്ചു പോകുന്നത് ലോങ്ങർ വേവ് ലെങ്ത് റേഡിയേഷനായിട്ടാണ്. ഈ ലോങ്ങർ വേവ് ലെങ്ത് റേഡിയേഷൻസിനെ ഇങ്ങോട്ട് പോകാനായിട്ട് ആര് സമ്മതിക്കത്തില്ല? ഈ പറഞ്ഞ ഗ്യാസുകൾ സമ്മതിക്കത്തില്ല. ഇവരെന്ത് ചെയ്യും? ഇവനെ അങ്ങോട്ട് അബ്സോർവ് ചെയ്യുമെന്ന് അല്ലെങ്കിൽ കടത്തി വിടത്തില്ലെന്ന് ആലോചിക്കുക. അപ്പോൾ എന്ത് പറ്റും? സൂര്യപ്രകാശം ഭൂമിയിലോട്ട് വരുന്നുണ്ട്. ഇത് ചൂട് കൊണ്ടല്ലേ വരുന്നത്. ഈ ചൂട് കുറഞ്ഞ പ്രകാശം എന്ത് ചെയ്യുന്നില്ല? പുറത്തോട്ട് പോകുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, പുറത്തോട്ട് പോകാതെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഭൂമിയുടെ ചൂട് കൂടും. അങ്ങനെ ഭൂമിയുടെ ചൂട് കൂടുന്നതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ്. ആരാ ഗ്രീൻ ഹൗസ് ഗ്യാസ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള ഗ്യാസുകൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടും. ഈ ഗ്യാസുകളാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, നമ്മൾ അൾട്രാ വയലറ്റ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഒക്കെ ഭൂമിയിലോട്ട് എത്താറുണ്ട് അല്ലേ? ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ് ഹീറ്റ് കൊണ്ടുവരുന്ന റേഡിയേഷൻ. ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറ്റ്മോസ്ഫിയറിൽ ഈ പറയുന്ന റേഡിയേഷൻസിനെ ട്രാപ്പ് ചെയ്യും, എന്ന് വെച്ചാൽ പുറത്തോട്ട് പോകാൻ അനുവദിക്കില്ല. അങ്ങനെ നമ്മുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടും. ആ കൂടുന്നതിനാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഗ്രീൻ ഹൗസ് എന്ന് വിളിച്ചു എന്ന് വെച്ചാൽ ഈ പറയുന്ന തണുപ്പുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ വീട് പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എന്താണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ തണുപ്പ് സ്ഥലങ്ങളിൽ അറ്റ്മോസ്ഫിയർ തണുപ്പാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ചെടികൾക്കൊക്കെ വളരാൻ വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ അവിടെ അറ്റൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ഹൗസ് ഗ്ലാസുകൾ, ഗ്രീൻ ഹൗസ് എന്ന് വെച്ചാൽ ഗ്ലാസ്സിലുണ്ടാക്കുന്ന വീട് പോലത്തെ സംഭവമാണ്. ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതും സൂര്യപ്രകാശത്തിന് അകത്തോട്ട് വിടും, പക്ഷേ ഹീറ്റ് റേഡിയേഷൻസിന് എങ്ങോട്ട് വിടത്തില്ല, പുറത്തോട്ട് വിടത്തില്ല. അപ്പോൾ ഇതേപോലത്തെ ഒരു സംഭവം അറ്റ്മോസ്ഫിയർ നടക്കുന്നതുകൊണ്ടാണ് നമ്മളതിനെ എന്ത് വിളിക്കുന്നത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണം ഉണ്ടാകുന്നതാണ് എന്ത്? ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണം എന്ത് പറ്റും? ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടും അല്ലേ? അപ്പോൾ എന്താ പറ്റുന്നത്? ഫിനോമിനൻ ഓഫ് ഇൻക്രീസിങ് ഇൻ ദ ആവറേജ് ടെമ്പറേച്ചർ, ദ ഫിനോമിനൻ ഓഫ് ഇൻക്രീസ് ഇൻ ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് ആൻഡ് ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഇവിടെ 3 പോയിന്റുകളാണ് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത്. ഒന്ന്, എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസുകൾ. ഇതെങ്ങനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ വരുന്നത്? നമ്മൾ ഫ്യൂവലൊക്കെ കത്തിക്കുമ്പോൾ, നമ്മൾ ജീവനുള്ള ഈ പറയുന്ന റിമൈൻസ് കത്തിക്കുമ്പോൾ, എന്തൊക്കെ ജീവജാലങ്ങൾ മറ്റേ വേസ്റ്റും ചെടികളും ഇതൊക്കെ കത്തിക്കുമ്പോൾ നമ്മൾ എന്ത് പറ്റും? കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ കാർബൺ മോണോക്സൈഡ് പോലത്തെ വാതകങ്ങളുണ്ടാവും. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രീൻ ഹൗസ് വാതകങ്ങൾ എന്ന് വിളിക്കുന്നത്. കണ്ടോ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈന്, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലോറോ കാർബൺ, ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കും. എന്താ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് എന്ന ഹോട്ട് റേഡിയേഷൻസിനെ ഇവരെന്ത് ചെയ്യും? ട്രാപ്പ് ചെയ്ത് വയ്ക്കും. അങ്ങനെ ഈ റേഡിയേഷൻ എന്ത് ചെയ്യത്തില്ല? തിരിച്ചു പോകത്തില്ല. അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ തന്നെ കിടക്കുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ടെമ്പറേച്ചർ കൂടും. ഇതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഇത് കാരണമാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. അതായത് ദ ഇൻക്രീസ് ഇൻ ദ ആവറേജ് ടെമ്പറേച്ചർ. ഓക്കെ, ഇതാണ് എന്ത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തേക്കുന്ന ഗ്ലോബൽ വാർമിങ്ങിൻ്റെ റേറ്റ് ആണ്, അതായത് റോൾ ഓഫ് ഗ്ലോബൽ വാർമിംഗ്, റോൾ ഇൻ ഗ്ലോബൽ വാർമിംഗ്. കണ്ടോ, കാർബൺ ഡൈ ഓക്സൈഡാണ് ഏറ്റവും കൂടുതൽ എന്താണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കാനുള്ളത് ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ലേറ്റസ്റ്റ് അസസ് ഭാഗത്തുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യും? അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.